ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കീം 2023യുടെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് കഴിഞ്ഞ വർഷം ഓരോരോ കോളേജിന് ഓരോരോ കോഴ്സ് ഏത് റാങ്കാണ് ലാസ്റ്റ് കയറിയെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ അത് വെച്ചിട്ട് 2024 നമ്മുടെ റാങ്കിന് ഏത് കോളേജിൽ ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്, ലാസ്റ്റ് റാങ്ക്സ് ആണ് പറയാൻ പോകുന്നത്. ആൻഡ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ ചില 10,000-ന് താഴെ റാങ്ക് വരുന്ന കോളേജസുമാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ ആണ് പറയുന്നത്. സോ എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. അവിടെ 3,546 ആണ് ലാസ്റ്റ് കയറിയ റാങ്ക്. പിന്നെ വരുന്നത് ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക് കോട്ടയമാണ്. അവിടെ 3,327 ആണ് ലാസ്റ്റ് കയറിയ റാങ്ക്. അതായത് RITയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിനെക്കാട്ടിലും കുറവ് റാങ്ക് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ വരുന്നത് MAC ആണ്. MACയിൽ 2,660 ആണ് അവിടെ കയറിയ ലാസ്റ്റ് റാങ്ക്. സോ റാങ്ക് കുറയുന്നതിനനുസരിച്ച് അവിടുത്തെ ഡിമാൻഡ് കൂടും. ആ കോളേജിൽ അത്രയും ആ കോഴ്സിന് അത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാവും. സോ MACയിൽ നല്ല റാങ്ക് വേണം. അതായത് 2,660 റാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടുള്ളൂ. പിന്നെ NSS പാലക്കാടാണ്. NSS പാലക്കാട് 3,382 റാങ്ക് ഉണ്ടെങ്കിൽ റാങ്കായിരുന്നു അവിടെ ലാസ്റ്റ് കയറിയിരുന്നത്. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരമാണ്. അതിൻ്റെ റാങ്കും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. തൃശ്ശൂർ 1,127 റാങ്ക് ആയിരുന്നു ലാസ്റ്റ് കയറിയത്. സോ അവിടെ നല്ലോണം കുറവ് റാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് കിട്ടുള്ളൂ. പിന്നെ TKM കൊല്ലമാണ്. TKM കൊല്ലം 2,119 ആയിരുന്നു ലാസ്റ്റ് കയറിയ റാങ്ക്. പിന്നെ CETയിൽ 649 ആണ് ലാസ്റ്റ് കയറിയ റാങ്ക്. സോ അത്രയും കുറവ് റാങ്ക് ഉണ്ടെങ്കിൽ CETയിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് കിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയാണ്. അവിടെ 3,445 ആണ് അവിടെ കയറി ലാസ്റ്റ് റാങ്ക്. സോ റാങ്ക് വെച്ചിട്ട് നമുക്ക് ഓരോരോ കോളേജിന് ഓരോരോ കോഴ്സിനെ നമുക്ക് നോക്കാം. പിന്നെ വരുന്ന കോളേജിലൊക്കെ ഏകദേശം 10,000 എബോവ് റാങ്ക് ഉണ്ട്. പക്ഷേ എന്നാലും അതിൽ ഞാനൊരു 2-3 കോളേജ് കാണിച്ചു തരാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, അതായത് എറണാകുളമുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 1,740 റാങ്ക് ആയിരുന്നു അവിടെ കമ്പ്യൂട്ടർ സയൻസിന് ലാസ്റ്റ് കയറിയത്. സോ അതൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ പോലും അവിടെ കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ നല്ല റാങ്ക് തന്നെ വേണം. പിന്നെ വരുന്നത് SCCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോടാണ്. അവിടെ 4,224 ആണ് ലാസ്റ്റ് കയറിയ റാങ്ക്. പിന്നെ അതുപോലുള്ള SCCT ആണ് അടുത്ത കോളേജ്. പിന്നെ അതുപോലുള്ള വേറൊരു കോളേജാണ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് FISAT. അതും എറണാകുളമുള്ള ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് FISAT ആണ്. അവിടെ ഏകദേശം 9,463 ആ ഒരു റാങ്കാണ് ലാസ്റ്റ് കയറിയത്. ബാക്കി കോളേജൊക്കെ 10,000 എബോവ് റാങ്ക് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 2024 കിട്ടുന്ന റാങ്ക് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതർ കാറ്റഗറി റാങ്കും ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ റാങ്ക് ഉണ്ടെങ്കിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അതർ കാറ്റഗറി റാങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കീമിൻ്റെ വെബ്സൈറ്റിൽ www.ce.kerala.gov.in നിങ്ങൾക്ക് കീം 2023 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF കിട്ടും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത കോഴ്സിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.